ഇലഞ്ഞി അപ്ബീറ്റ്സ് കൾച്ചറൽ അക്കാദമി ഇലഞ്ഞിയിലെ പഴയകാല കലാകാരന്മാരെ ആദരിച്ചു. അപ്ബീറ്റ്സ് കൾച്ചറൽ അക്കാദമിയിൽ തയ്യൽ പരിശീലനവും തയ്യൽ യൂണിറ്റും ആരംഭിക്കുന്നതിന് ഭാഗമായി നടന്ന ചടങ്ങിലാണ് കലാകാരന്മാരെ ആദരിച്ചത്. ഇലഞ്ഞി അപ്ബീറ്റ്സ് അക്കാദമിയിൽ വെച്ച് നടന്ന തയ്യൽ പരിശീലന കേന്ദ്ര ഉദ്ഘാടനം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെർലി ജോയിയും തയ്യൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാജി സന്തോഷും നിർവഹിച്ചു. അക്കാദമി ചെയർമാൻ വിജയൻ വാക്കണ്ടം അധ്യക്ഷത വഹിച്ചു. യൂണിറ്റിന്റെ ആദ്യ വിൽപ്പന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു പുല്ലമ്പറയിൽ ഇടത്തോട്ടിയിൽ ചാരിറ്റി ഫൗണ്ടേഷൻ ചെയർമാൻ സന്തോഷ് ഇടത്തോട്ടിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ചികിത്സാ സഹായനിധി വിതരണം മുത്തോലപുരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോണി അരീക്കാട്ടയിൽ നിർവഹിച്ചു. ചടങ്ങിൽ ഇലഞ്ഞിയിലെ പഴയകാല തയ്യൽക്കാരായിരുന്ന കുമാരൻ നിരവത്ത്, ശിവൻ മാമ്പിള്ളി എന്നിവരെ ഷെർലി ജോയി, മാജി സന്തോഷ് എന്നിവർ ചേർന്ന് ആദരിച്ചു. വിവിധ കലാരംഗങ്ങളിൽ മികവ് തെളിയിച്ച പൂർവ്വ കലാകാരന്മാരായ നിരവധി പേരെ ചടങ്ങിൽ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ മോളി എബ്രഹാം, അംഗങ്ങളായ MP ജോസഫ്, ജയശ്രീ സനൽ, സുരേഷ് ജോസഫ്, സുമോൻ ചെല്ലപ്പൻ, സന്തോഷ് കോരപ്പിള്ള, BJP കർഷക മോർച്ച എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് K മരങ്ങാട്ട്, പെൻഷനേഴ്സ് യൂണിയൻ ഇലഞ്ഞി യൂണിറ്റ് പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ, RJD പിറവം മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് PG, മുത്തോലപുരം സുകുമാരൻ തുടങ്ങിയവർ ചേർന്ന് ആദരിച്ചു. ചടങ്ങിൽ അക്കാദമി ഡയറക്ടർ കുമാരി വിജയൻ, ജനാധിപത്യ കോൺഗ്രസ് ഇലഞ്ഞി മണ്ഡലം പ്രസിഡന്റ് ബിജുമോൻ വാട്ടപ്പള്ളി, ശശി ചന്ദ്രകാന്തം, KR മാധവൻ നിരവത്ത്, കുമാരൻ നിരവത്ത്, അജേഷ് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏതായാലും കുമാരി ടീച്ചർ വളരെ അഭിമാനകരമാണ്. ഈ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് വിരമിച്ചു. അതിനുശേഷം കുറെ മക്കളുടെ കൂടെയൊക്കെ കാനഡയിലായിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു യൂണിറ്റ് ആരംഭിക്കണമെന്ന് മനസ്സിൽ ഉറച്ച് തീരുമാനിച്ചു. വളരെ നല്ല കാര്യം തന്നെയാണ് കുമാരി ചേച്ചി. എല്ലാവിധ ആശംസകളും ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഇലഞ്ഞിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കലാകാരന്മാരുള്ള സിസ്റ്റർ മേരി കുഞ്ഞാമ്മ, അതുപോലെ ദുർഗുണം ശ്രീധരൻ, കുര്യൻ സാർ, അരുമ ചേച്ചി, ഇവിടെ എല്ലാം വിശദമായി പറഞ്ഞു. അങ്ങനെ വിവിധ കലാകാരന്മാരുടെ ഒരു ജന്മം ഉള്ള ഒരു നാടാണ് നമ്മുടെ ഇലഞ്ഞി. അപ്പൊ ഈ അബേറ്റ്സിന്റെ കീഴിൽ കലാകാരന്മാരെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അക്കാദമി തന്നെ ഇവിടെ നടന്നു വരുന്നത്. ആ കൂടെ ആണ് ഇപ്പൊ ഈ തയ്യൽ യൂണിറ്റ് ഇവിടെ നടത്തുന്നത്. എന്തായാലും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമൂഹമായിരുന്നു ഇലഞ്ഞിയില്. അതിന്റെ ആ രീതിയിലുള്ള ഒരു പൂർവ്വ അനുഭവങ്ങൾ മികച്ച ഒത്തിരിയേറെ കലാകാരന്മാർക്ക് ജന്മം കൊടുത്ത ഒരു നാട് കൂടിയായിരുന്നു ഇലഞ്ഞി. പക്ഷെ ഇടക്കാലം കൊണ്ട് എന്തുകൊണ്ടോ കുറച്ച് മേഖലകളിലും അറിയപ്പെടാതെ ഇരുന്നവരെ ഇന്ന് അറിയപ്പെടുന്നവരാക്കി മാറ്റി അത് നമുക്ക് സമൂഹത്തിൽ അവരെ ആദരിക്കുക എന്നുള്ള നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് ഈ നാടക രംഗത്തൊക്കെയുള്ള ജീവിതർപ്പിച്ചത് പോലെയുള്ളവരെ നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെ പ്രൊഫഷണൽ നാടക രംഗത്തുണ്ടായിരുന്ന ഒരാൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരുപാട് കാലം ഇത്രയധികം നമ്മുടെ അറിയപ്പെടാതെ അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന കലാകാരന്മാരെ ഉയർത്തി കാണിക്കുന്നതിനും അവരെ ആദരിക്കാനും ഒരു അവസരം ലഭിച്ച ഈ വേദിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് എല്ലാവർക്കും ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ കലാകാരന്മാരെയും അനുമോദിക്കുന്നതോടൊപ്പം നമ്മുടെ പുതിയ തയ്യൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്ന നമ്മുടെ കുമാരി ചേച്ചി ഏറ്റവും ഉയർന്ന ഒരു മേഖലയിലേക്ക് നമ്മുടെ ഈ തയ്യൽ ക്ലാസ് കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. സത്യവും ധർമ്മ